ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മുതിരത്തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് കഞ്ഞി മുതിരയും. അപ്പോൾ വറുത്ത മുതിരയാണ് ഇത്. വറുത്ത മുതിര 4-5 വെള്ളത്തിൽ കഴുകി നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിനകത്തോട്ട് കുറച്ച് ഉപ്പും ചേർത്ത് വെച്ച് വിസിലടിക്കാനായിട്ട് വെക്കാം. ഒരു 6-7 വിസിലടിക്കണം. വെള്ളത്തിലിട്ട് കുതിർത്തതാണെങ്കിൽ മാത്രമേ ഉള്ളൂ 5 വിസിലിന് വേവുന്നത്, അല്ലെങ്കിൽ 6-7 വിസിലടിക്കണം. നമുക്ക് അരപ്പിനായിട്ട് തേങ്ങയും വെളുത്തുള്ളിയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ കുരുമുളക് പൊടി. കുരുമുളക് കൊണ്ട് ടേസ്റ്റാണ് മെയിനായിട്ട് വരേണ്ടത്. നമുക്ക് കടുക് വറക്കാനായിട്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, എല്ലാം കൂടെ ഒന്ന് വഴന്നെടുത്തിട്ട് നമ്മൾ വെള്ളം തോത്തി വെച്ചേക്കുന്ന നമ്മുടെ മുതിര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെള്ളം തോർത്തിയെടുത്ത മുതിരയാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒരുവിധം നന്നായിട്ടൊന്ന് ചിക്കി, ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ വഴറ്റി നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചതച്ചെടുത്താൽ മതി, അരയ്ക്കണ്ട. തോരന് നമ്മൾ ചതയ്ക്കുന്ന പോലെ ചതച്ച്, നല്ല തോരനല്ലേ, അപ്പോൾ ചതച്ചെടുത്ത് അതും കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് എല്ലായിടത്തും അതിൻ്റെ ആ അരപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തോരൻ റെഡിയായി. അപ്പോൾ നമുക്ക് കഞ്ഞിയുടെ കൂടോ ചോറിൻ്റെ കൂടോ, കഞ്ഞിയുടെ കൂടാണ് കൂടുതലും. ഞാനിത് കുക്കറിനകത്ത് അടിച്ച് കഞ്ഞി അടിച്ചിട്ട് അങ്ങ് വെന്ത് പോയി. ഇത് റേഷനരിയും കൂടെ ആയിരുന്നു, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച കഞ്ഞി. അപ്പോൾ കഞ്ഞി മുതിരത്തോരനോട് നമുക്ക് കഴിക്കാം. ഇച്ചിരി മുതിര അങ്ങോട്ട് കോരിയിട്ട് ടാറ്റാ, നാളെ കാണാം.